വർഗീയതയാണ് വിഷയം എന്ന് നിങ്ങൾക്ക് തോന്നും. വർഗീയതയൊന്നുമല്ല വിഷയം. വർഗീയതയെ ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കുന്ന ആൾക്കാർ ഇവരാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സുരേഷ് ഗോപി ആ വേദിയിൽ ഇരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. തലയൊന്നും ഉയർത്താതെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വായിക്കുന്നത് പോലെ എന്ന് വായിക്കുന്ന കണ്ടില്ലേ? അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ശൈലജ ടീച്ചർ ആണ് എന്നും പറഞ്ഞു നടന്നിട്ടാണ് സത്യത്തിൽ വീണ്ടും അധികാരത്തിൽ കയറിയത്. അതൊന്നും നടന്നില്ല. മുഖ്യമന്ത്രി പോയിട്ട് അവരെ ഒരു മന്ത്രിയാക്കിയില്ല. കഴിഞ്ഞ ടൈമിലുള്ള എല്ലാവരെയും മാറ്റി. പിണറായി വിജയൻ ഇളവുണ്ട്. ആരെ ഇളവ് കൊടുക്കുന്നത്? പിണറായി വിജയൻ. അതാ പറയുന്നത് ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിന് ഇല്ല. ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പരിപാടി കാണിച്ചത്. അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയം പറയേണ്ട, ഇവര് പറയുന്ന പോലെ വർഗീയത പറയേണ്ട വേദിയല്ല ഇത്. കലയെ വെച്ച് കാശാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. കലയെ മാത്രമല്ല, എന്തിനേം വിൽക്കും. ആളുകളുടെ വിശ്വാസത്തെ വിൽക്കും, ആളുകളുടെ വികാരങ്ങളെ വിൽക്കും, ആളുകളുടെ വോട്ടിനെ വിൽക്കും, എന്തിനേം വിൽക്കും. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി കേരളത്തിന് വേണ്ടി ഈ കാലയളവിനുള്ളിൽ എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ജനാധിപത്യത്തിന്റെ സ്വരം അധികാരത്തിന്റേത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇന്നത്തെ വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അപ്പൊ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ സംഭാവനകളുടെ, സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ തരുന്ന സംഭാവനകൾ കൊണ്ടാണ്. യൂട്യൂബിലെ വീഡിയോനൊക്കെ റിപ്പോർട്ട് അടിച്ച് റീച്ച് കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നും പേയ്മെന്റ് ഒന്നും കിട്ടാനില്ല. ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു 2 വർഷമായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ചികിത്സയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തേക്കാം. അപ്പൊ അതുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ത്രൂ ഔട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം എന്നൊരവസ്ഥയാണ്. കാരണം 1-2 ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ എന്നെ ഒന്ന് സഹായിക്കുക. അതുപോലെ തന്നെ ഇനി പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവർ വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും അത്യാവശ്യം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നത് 2026 കേരളത്തിൽ നടക്കുന്ന നമ്മുടെ കലോത്സവത്തെ കുറിച്ചാണ്. കലോത്സവ വേദികൾ പല കാഴ്ചകൾക്കും സാക്ഷിയാകാറുണ്ട് അല്ലെ? എപ്പോഴും കലോത്സവത്തിന് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി വിടുക എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന കക്ഷിക്ക് ഒരു അജണ്ടയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ പൈസ കൊടുത്തൊരു PR ചെയ്യുന്നതിലും എളുപ്പമാണ് ഒരു വിവാദം ഉണ്ടാക്കി വിടുന്നത്. പിന്നെ ഒരുപാട് മാധ്യമങ്ങൾ അത് ഫ്രീ ആയിട്ട് ചർച്ച ചെയ്തോളും, ആളുകൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ തവണ ഓർക്കുന്നില്ലേ, നോൺവെജ് വിളമ്പണം, പഴയടത്തിന്റെ ബ്രാഹ്മണ ഹെജിമണി കൊണ്ടുവന്ന് തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ സാർ വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഈ പരിപാടിക്കും ഇപ്പോഴത്തെ കലോത്സവത്തിനും പഴയടം തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നത്. ശിവൻകുട്ടി സാറടക്കം ഇരുന്ന് കഴിക്കുന്നുണ്ട്, ആർക്കും ഒരു പരാതിയില്ല. അപ്പൊ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വിവാദം എന്തിനായിരുന്നു? സ്വന്തം മക്കൾക്ക് ചിക്കൻ കൊടുക്കാത്ത അരുൺകുമാറിന് നാട്ടുകാരുടെ മക്കൾ ചിക്കൻ കഴിക്കാത്തതിൽ സങ്കടമല്ല, അത് കുരു. അപ്പൊ എന്തുകൊണ്ടാണ് ആ കുരു? ഇത് വിവാദമാക്കാം, ചുമ്മാ എന്തെങ്കിലും ചർച്ച ചെയ്യണം. അപ്പൊ ഇത്തവണയും അതുപോലെ തരം താഴ്ന്ന ഒരു കളി കളിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. കലോത്സവ വേദിയിലെ പ്രസംഗമാണ് വിഷയം. ആ വേദിയിൽ നമ്മൾ 2 ടൈപ്പ് മനുഷ്യരെ കണ്ടു. 2 മനുഷ്യരുടെ ക്ലാസ്. ഒരു മനുഷ്യന്റെ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ മര്യാദയുടെ ഭാഗമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് പെരുമാറുക, സംസാരിക്കുക, ഈവൻ വസ്ത്രം ധരിക്കുന്നത് പോലും. ബീച്ചിലിടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ആരും മരണ വീട്ടിൽ പോവാറില്ല അല്ലെ? ഓരോ സ്ഥലത്തിന് അതിന്റെ ഡെക്കറത്തിനനുസരിച്ചിട്ടുള്ള വേഷവിധാനങ്ങളുണ്ട്. അതാണ് മര്യാദ ഉള്ള ആൾക്കാർ ഫോളോ ചെയ്തു പോകുന്നത്. അതുപോലെ മര്യാദ ഉള്ള ആൾക്കാർ ചില സ്ഥലത്ത് ചെന്ന് ചിലതിനെ പറ്റി മാത്രമേ സംസാരിക്കൂ. ആ സന്ദർഭവുമായി ഇണങ്ങിയത് എന്താണ്, ഇവിടെ എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവും. എന്നാൽ ചിലർ എവിടെയോ എന്തും പറയും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. സർക്കാർ നടത്തുന്ന ഈ കലോത്സവ വേദിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് BJPയുടെ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയാണ്. അപ്പൊ ശിവൻകുട്ടി സഖാവാണ് സുരേഷ് ഗോപിയെ വിളിച്ചത് എന്ന് പറഞ്ഞു. ഈ കമ്മികളാണ് ഇതുപോലെ BJPയുടെ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ ബഹിഷ്കരിക്കും. ഇവരെപ്പോഴും ചെയ്യാറുണ്ടല്ലോ. ഗവർണർ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ അവിടെ ഭാരതാംബയെ കണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി വന്ന ആളായി ശിവൻകുട്ടി. ഭാരതാംബയ്ക്ക് എന്താ അയിത്തം? ഭാരതാംബ ഇവരെ പിടിച്ച് കടിച്ചോ? ഇവർക്ക് ഭാരതാംബയെ കണ്ടുകൂടാ. രാഷ്ട്രപിതാവിന് പിതാവെന്ന് പറയാം, മനസ്സിലായില്ലേ? അമ്മയെ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെന്താ? അമ്മ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഒരു പബ്ലിക് ഒപ്പീനിയനിൽ. അതെന്താ? അപ്പൊ അച്ഛൻ കുറെ ഉണ്ടോ? ഞങ്ങൾക്ക് അമ്മ അച്ഛനും ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് പിതാവെന്ന് വിളിക്കും, മാതാവെന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആൾക്കാരെ പോലെ അല്ലാത്തത് കൊണ്ട് സുരേഷ് ഗോപി ക്ഷണം സ്വീകരിച്ച് കലോത്സവത്തിന് വന്നു. അപ്പൊ സുരേഷ് ഗോപിയാണ് വരുന്നതെന്ന് നേരത്തെ അറിയാം. നമ്മുടെ മുഖ്യൻ പുതിയ വിജയനാണല്ലോ. ഒട്ടും തന്നെ ഒരു പേപ്പറില്ലാതെ വായിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ജനങ്ങളുടെ മുന്നിൽ. പ്രധാനമന്ത്രി പ്രോംപ്റ്ററിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ സംബോധന ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ല എന്ന് പറയുന്നവരൊക്കെ കാണണം. ഒരു തുണ്ട് പേപ്പറും കയ്യിൽ പിടിച്ച് കടിപിടിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ചീപ്പ് പ്രസംഗം കണ്ടു. കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ
ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. അവരുടെ തെട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. വർഗീയതയാണ് വിഷയം എന്ന് നിങ്ങൾക്ക് തോന്നും. വർഗീയതയൊന്നുമല്ല വിഷയം. വർഗീയതയെ ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കുന്ന ആൾക്കാർ ഇവരാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള വേഗം അങ്ങ് നിരോധിക്കും. എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ ഇപ്പം കാവ്യവൽക്കരണം, ഹിന്ദുത്വ വരണ്ട ഇവിടെ. ജമാഅത്ത് ഇസ്ലാമി വരാമോ? അത് കുഴപ്പമില്ല, അത് വോട്ടല്ലേ. മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇവരിങ്ങനെ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതിന് കിട്ടുന്ന ഒരു സ്ഥലവും ഇവര് വേണ്ടാന്ന് വയ്ക്കില്ല. സുരേഷ് ഗോപി ആ വേദിയിൽ ഇരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. തലയൊന്നും ഉയർത്താതെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വായിക്കുന്നത് പോലെ എന്ന് വായിക്കുന്ന കണ്ടില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ, പ്രധാനമന്ത്രിയെക്കാട്ടിയും പവറാണെന്ന് മാത്രം. ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് സുരേഷ് ഗോപി വേദിയിലേക്ക് കയറി വരുന്നത്. അപ്പൊ തന്നെ ഭയങ്കരമായിട്ടുള്ള കയ്യടികളായിരുന്നു. ഇതോടുകൂടി അങ്ങ് പൊളിഞ്ഞു. പിണറായി വിജയൻ ഇതൊന്നും സഹിക്കില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. കോവിഡ് സമയത്ത് ദിവസേനയുള്ള അപ്ഡേറ്റുമായിട്ട് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സംഗതി വന്നു. അതിന് ഭയങ്കര വ്യൂവർഷിപ്പായിരുന്നു. എല്ലാവരും ഓരോ ദിവസവും ഇന്ന് എത്ര രോഗികൾ ഉണ്ടായി, ഇങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിവിയുടെ മുമ്പിൽ റെഡി ആയിട്ടിരുന്നു. വിത്തിൻ ഡേയ്സ് അവരെ ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ പിണറായി വിജയൻ വന്നിരുന്നു എന്നുള്ളതാ. അങ്ങനെ ഇപ്പം ജനപ്രീതി നേടണ്ട, അപ്ഡേറ്റ് ഇനി ഞാൻ പറഞ്ഞോളാം. അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കഥകളൊന്നും ബാക്കി ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ശൈലജ ടീച്ചർ ആണ് എന്നും പറഞ്ഞു നടന്നിട്ടാണ് സത്യത്തിൽ വീണ്ടും അധികാരത്തിൽ കയറിയത്. കാരണം ഇദ്ദേഹത്തിന് വയ്യ, പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കില്ല. കാരണം CPM എന്ന പാർട്ടിക്ക് അങ്ങനെയാണ്, ഇപ്പൊ ഇളവുകളാ. ആരാ ഇളവുകൾ കൊടുക്കുന്നത്? പിണറായി വിജയൻ തന്നെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇദ്ദേഹം മത്സരിക്കില്ല, ശൈലജ ടീച്ചർ ആയിരിക്കും ഇനിയുള്ള മുഖ്യമന്ത്രി എന്നൊക്കെ വിചാരിച്ച ആളുകൾ വോട്ട് ചെയ്തു. അതൊന്നും നടന്നില്ല. മുഖ്യമന്ത്രി പോയിട്ട് അവരെ ഒരു മന്ത്രിയാക്കിയില്ല. കഴിഞ്ഞ ടൈമിലുള്ള എല്ലാവരെയും മാറ്റി. പിണറായി വിജയൻ ഇളവുണ്ട്. ആരാ ഇളവ് കൊടുക്കുന്നത്? പിണറായി വിജയൻ. ഇത്തരം തരംതാണ പ്രവർത്തികൾ സ്വന്തം പാർട്ടിക്കാരോട് കാണിക്കുന്ന ഇദ്ദേഹം സുരേഷ് ഗോപിയോട് മാന്യത കാണിക്കുന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ വന്നുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ശിവൻകുട്ടി പ്രസംഗിച്ചു. ഇതേ വർഗീയത. ഇപ്പൊ ക്രിസ്മസ് കരോളിനെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ക്രിസ്മസ് കരോളിനെ ആക്രമിച്ചതിന്റെ സത്യാവസ്ഥ എന്താന്ന് തിരിച്ചവിടെ മറുപടി പറഞ്ഞ് അവിടെ ഒരു വിഷയം ഉണ്ടാക്കണമെന്നാണോ ഇവര് വിചാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അതിനൊന്നും എന്താണ് സത്യാവസ്ഥ എന്നൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം എന്ത് കാര്യം ചോദിച്ചാലും ശ്രദ്ധയിൽപ്പെട്ടില്ല, എനക്കറിയില്ല എന്ന് മാത്രമല്ലേ താങ്കൾ പറയാറുള്ളൂ. അത് സത്യത്തിൽ CPM-കാര് പിള്ളേര് ക്രിസ്മസ് കരോളെന്നും പറഞ്ഞു പോയതാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് വരുന്നത് മാത്രമാണോ കരോള്? കാരണം അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊന്നും ഒരു കരോളും പോയിട്ടില്ല, ക്രിസ്ത്യാനികളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല, ആരാ കരോള് പോയെന്നും നമുക്കറിയില്ല, എന്താ പ്രശ്നമൊന്നും അറിയില്ല. ഇതാണ് അച്ഛൻ പറഞ്ഞത്, അവിടുത്തെ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ഒരുപാട് പേര് പറയണം എന്താ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കരോളും കൊണ്ട് ഇറങ്ങാവുള്ളൂ, ഞങ്ങളൊക്കെ പണ്ട് പോലെ ഇവിടുത്തെ പിള്ളേരൊക്കെ കരോളും കൊണ്ട് ഇറങ്ങും. നിങ്ങൾ ആര് വേണമെങ്കിലും കരോളും കൊണ്ട് ഇറങ്ങിക്കോ, പക്ഷെ അടി കിട്ടുമ്പോ ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടിയെന്നൊന്നും പറയരുത്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന കരോള. യേശു അവരുടേതാണെങ്കിൽ അവർ ചെയ്യുന്നതാണ് കരോള്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് പിരിവ്. അപ്പൊ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പിരിക്കാൻ പോയ ആൾക്കാർക്ക് അടി കിട്ടി, അതാണ് സംഭവിച്ചത്. ഇതിപ്പോ ഇവിടെ വിശദീകരിക്കണോ? അതാണോ ഇദ്ദേഹത്തിന് വേണ്ടത്? അത് നിയമസഭയാണോ അല്ലെങ്കിൽ സ്കൂൾ പിള്ളേരുടെ കലോത്സവമാണോ? എന്താണ്?
അതാ പറയുന്നത്, ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പരിപാടി കാണിച്ചത്. അപ്പൊ ഇവര് പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപി ഒന്ന് നാണം കെടും, സുരേഷ് ഗോപി ഒന്ന് പതറും, സുരേഷ് ഗോപി ഒന്ന് ഉരുകും, അല്ലെങ്കിൽ സ്വഭാവേ എല്ലാ കാര്യത്തിനും ക്ഷുഭിതനായിട്ടൊക്കെ സംസാരിക്കുന്ന സുരേഷ് ഗോപി എന്തെങ്കിലും പ്രകോപനപരമായിട്ട് പറയും. പിന്നെ ഒരാഴ്ച അത് ചർച്ച ചെയ്യാം, സ്വർണ്ണക്കൊളയെ പറ്റിയൊന്നും പിന്നെ മിണ്ടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് സുരേഷ് ഗോപി വളരെ പക്വമായി ഔചിത്യത്തോടെ ആ സ്ഥലത്തിന് ചേർന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാ കാരണത്തടി. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. എങ്ങനെ ഒരു മനുഷ്യൻ മാന്യതയുള്ളവനായിരിക്കണം, എങ്ങനെ ഒരു മനുഷ്യൻ നല്ല ക്യാരക്ടർ ഉള്ളവനായിരിക്കണം, എങ്ങനെ ഹൈ ക്ലാസ് ആയിരിക്കണം എന്ന് അവരുടെ മുന്നിൽ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു. കലോത്സവ വേദിയിൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി സംസാരിച്ചവരെല്ലാം ചെറുതായി. സുരേഷ് ഗോപിയുടെ ആ പ്രസംഗം ഒന്ന് കേട്ടു. മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടി ചേട്ടൻ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഇതിൻ്റെ തുടക്ക സമയമെന്ന് പറയുന്നത് പുനഃക്രമീകരിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാത്രമേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുവാൻ സാധിച്ചുള്ളൂ. അതിന് ആദ്യം തന്നെ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്മ മാത്രം വിളയട്ടെ, നന്മ മാത്രം വിരിയട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. കണ്ടോ എത്ര പക്വമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നതെന്ന് നോക്കിക്കേ. അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയം പറയേണ്ട, ഇവര് പറയുന്ന പോലെ വർഗീയത പറയേണ്ട വേദിയല്ല ഇത്. കുട്ടികൾക്ക് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണോ? അല്ല, കുട്ടികൾ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കണം. പക്ഷേ കലോത്സവ വേദി കലാകാരന്മാരുടേതാണ്. കലാകാരന്മാർക്കേ അതിന്റെ മഹത്വം അറിയൂ. അതേക്കുറിച്ചും സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട്. അതും ഒന്ന് കേട്ടോളൂ. ഞാൻ ആ വേദിയുടെ മഹത്വം മനസ്സിലാക്കിയ ആളാണ്. കലാകാരനായതുകൊണ്ട് അവരാരും കലാകാരന്മാരല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗരിമ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, കേടാക്കുന്ന തരത്തിൽ ഒന്നും പറയില്ല എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നിശ്ചയമായിരുന്നു. അതിന് മറുപടി കൊടുക്കാൻ ഞങ്ങളുടെ പാർട്ടിയിലെ കൊച്ചു പിള്ളേരുണ്ട്. അവർ മറുപടി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് അവർ കൊടുത്തോളൂ. പിന്നെ എൻ്റെ കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ ഉന്നതരുണ്ട്, കണക്ക് വെച്ച് തിരിച്ചു കൊടുക്കും. അത് പണിയാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമായ, തീർത്തും അവർക്ക് മാത്രം അവകാശപ്പെട്ട, സർക്കാർ കാശ് ചെലവാക്കുന്നുണ്ടാവും, അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അതിനുവേണ്ടി ഒരുക്കിയ വേദിയിൽ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. അത് ഞാൻ കൃത്യമായി അതിൻ്റെ ഗരിമ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ പ്രസംഗിച്ച് തെറ്റായി എന്തിനാ? കണ്ടോ, അവരാരും കലാകാരന്മാരല്ല, മറിച്ച് കലയെ വെച്ച് കാശാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. കലയെ മാത്രമല്ല, എന്തിനേം വിൽക്കും. ആളുകളുടെ വിശ്വാസത്തെ വിൽക്കും, ആളുകളുടെ വികാരങ്ങളെ വിൽക്കും, ആളുകളുടെ വോട്ടിനെ വിൽക്കും, എന്തിനേം വിൽക്കും. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. കുട്ടികളെ വരെ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടും പാടിയാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? എത്ര നിസാരമായി 9 വർഷം ദേവസ്വം ബോർഡിൽ ഭരണത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇതെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി. എത്ര നിസാരമായി. നിങ്ങൾക്ക് ഏത് വേദിയിലും എന്തും പറയാം. ഇനി പറയണം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സുരേഷ് ഗോപിയെ പേഴ്സണലായി ചെറിയ കാര്യങ്ങൾക്ക് വരെ മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയാടിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ആളുകളെല്ലാം ഇയാളൊരു മോശം വ്യക്തിയാണെന്ന് കരുതി അങ്ങ് തള്ളിക്കളയുന്നു. ആളുകൾക്ക് മനസ്സിലായി നിങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ മക്കളെ വരെ മോശമായി ചിത്രീകരിച്ച് നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ മെയിൻ സ്ട്രീം മീഡിയാസിനെ മുഴുവനും കയ്യിൽ വെച്ച് നിയന്ത്രിച്ച് അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ജനമാണ് ഇവിടെ ഉണ്ടായത്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി കേരളത്തിന് വേണ്ടി ഈ കാലയളവിനുള്ളിൽ എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത പറയുന്നത് കണ്ടു. പട്ടികളെ വളർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അവിടെ എന്തൊക്കെയോ പ്രശ്നമാണ്, തിരുവനന്തപുരത്താണ് സംഭവം. പോലീസ് ഉദ്യോഗസ്ഥ തന്നെ പട്ടികളെ വളർത്തുന്നത് കൊണ്ട് മേയർക്ക് പരാതി നൽകാൻ പോവുകയാണ്. അപ്പൊ മേയർ വി രാജേഷിന് പരാതി നൽകും, നടപടി ഉണ്ടാകണമെന്ന്. ഈ നടപടി ഉണ്ടാകണമെന്ന് ഏതെങ്കിലും ഒരു CPM നേതാവിനോടോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോടോ പറയാനുള്ള ധൈര്യം ഈ റിപ്പോർട്ടർക്കുണ്ടോ? അതിനുള്ള നട്ടെല്ലുണ്ടോ? ഇല്ലല്ലോ. BJPയോട് എന്താണ് നിങ്ങൾ പറയുന്നത്? നടപടി ഉണ്ടാകണം. എന്താ ഈ അധികാരത്തിന്റെ സ്വരം?
ജനാധിപത്യത്തിന്റെ സ്വരം അധികാരത്തിന്റേത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഒരു ക്ലാസ് ഉള്ള പാർട്ടി, ഒരു സിസ്റ്റമാറ്റിക് ആയ ഓർഗനൈസ്ഡ് ആയ പാർട്ടി നേതൃസ്ഥാനത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാൻ സാധിക്കുന്നത്, അഭ്യർത്ഥിക്കാനല്ല. ഒരു ജനവും ഇവിടെ ഇവരോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷേ CPM-ഉം കോൺഗ്രസും രാജഭരണത്തെക്കാൾ കഷ്ടമായ ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വില്ലേജ് ഓഫീസറിനെ പോലും സാറേ എന്ന് വിളിക്കേണ്ട അവസ്ഥ. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്റെ ആവശ്യം ഇന്നതാണ്, ഇത് നടത്തിത്തരണം എന്നൊരു ജനപ്രതിനിധിയോട് അവകാശത്തോടെ പറയാൻ ഓരോ ജനത്തിനും സാധിക്കണം. കണ്ടോ, ഒരു രാഷ്ട്രീയം മാറുമ്പോ, ഒരു നേതൃത്വം മാറുമ്പോ ജനങ്ങൾ മാറുന്നത് കണ്ടോ? ഈ മോദി ഹേറ്റേഴ്സ് ഒക്കെ അറിയാതെ മോദിയുടെ ക്ലാസ്സിലേക്ക് വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കരനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പല ആളുകളും ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ഈ പറയുന്ന ചീപ്പ് പബ്ലിസിറ്റി കാണിക്കുന്ന ആളുകളെ ഇവരുടെ നിലവാരം കണ്ട് തള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് 2026 മുന്നോട്ട് പോകുന്ന ഔചിത്യമുള്ള, നന്നായി സംസാരിക്കാൻ കഴിവുള്ള, മനുഷ്യരെ കടിപിടിപ്പിക്കുന്ന സ്വഭാവമില്ലാത്ത ആളുകളോടൊപ്പം നിൽക്കുന്ന, എന്നാൽ നാളെ വലിയ വികസിതമായ നേട്ടത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. അതിലെ നേതാക്കന്മാരുടെ ക്വാളിറ്റി നോക്കി നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. ക്വാളിഫൈഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം. മറ്റുള്ളവരുടെ ക്വാളിറ്റി കൂടി നിങ്ങൾ നോക്കണം. ഇത്രേ പറയാനുള്ളൂ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.